യെസ്. അപ്പൊ മെഡിറ്റേഷൻ കഴിഞ്ഞ് പുറത്ത് വന്ന ആളുകൾ ഒന്ന് വീഡിയോ മോഡിൽ വരാൻ പറ്റുന്ന ആളുകൾ മാക്സിമം വീഡിയോ മോഡിൽ വരാം കേട്ടോ. വീഡിയോ മോഡിൽ വരാൻ പറ്റുന്ന ആളുകൾ വീഡിയോ മോഡിൽ വരാം. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം അല്ലെ. അപ്പൊ മെഡിറ്റേഷൻ എല്ലാവരും നല്ല രീതിയിൽ എക്സ്പീരിയൻസ് ചെയ്തെന്ന് വിചാരിക്കുന്നു. നമുക്കറിയാം അല്ലെ, ലൈറ്റ് നമ്മൾ പലപ്പോഴും നമ്മളെ പുറത്ത് അന്വേഷിച്ചുകൊണ്ട് നടക്കുന്ന ലൈറ്റ്, നമ്മളെപ്പോഴും വെളിച്ചം തേടി നടക്കുകയാണ്. എവിടേക്കോ ലൈഫിന്റെ ഏതൊക്കെയോ ഭാഗങ്ങളിൽ ഇരുട്ട് മൂടിയിട്ട് അല്ലെ, നമുക്ക് ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് ഇരുട്ടാണ്. ആ ഇരുട്ടിനെ മായ്ക്കണം എന്നുണ്ടെങ്കിൽ അവിടെ വെളിച്ചം വരണം. അപ്പൊ ആ വെളിച്ചം അന്വേഷിച്ചുള്ള നടത്താണ് നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പലപ്പോഴും ലൈഫിൽ ഒരാളുടെ ജീവിതം മുതൽ ജീവിത അവസാനം വരെ അല്ലെ, ജനനം മുതൽ മരണം വരെ അയാള് വെളിച്ചം അന്വേഷിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ പുറമെയാണ് ആ വെളിച്ചം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി നമുക്കുള്ള വെളിച്ചം പുറത്തല്ല, നമുക്ക് അകത്ത് തന്നെയാണ് ഉള്ളത് എന്നുള്ളതാണ്. ഇപ്പൊ റൂമി പറഞ്ഞൊരു കാര്യം, നിങ്ങൾ പുറത്ത് അന്വേഷിക്കുന്ന വെളിച്ചം പുറത്തല്ല ഉള്ളത്, നിങ്ങൾക്ക് അകത്താണ്, നിങ്ങളായിരിക്കും ആ വെളിച്ചം എന്നുള്ളത്. അപ്പോ നമുക്ക് അകത്തുള്ള ആ ഒരു വെളിച്ചം കണ്ടെത്താനുള്ള ഓരോ ജേണിയിലാണ് ഈ മൈൻഡ് റീപ്രോഗ്രാമിംഗ് വർക്ക്ഷോപ്പുകളാണെങ്കിലും നമുക്കുള്ള നമ്മളെ ഈ ഓരോ ടോക്കുകളും, ഓരോ വീക്കിലുള്ള ടോക്കുകളാണെങ്കിലും എല്ലാ ആഴ്ചയിലുള്ള എല്ലാ ടോക്കുകളും നമുക്ക് അകത്ത വെളിച്ചം അത് കണ്ടെത്താനുള്ള ജേണിയാണ്. നമ്മൾ പലപ്പോഴും നമുക്ക് പുറമെ ഒരുപാട് യാത്രകൾ നടത്താറുണ്ട്, പുറമെ ഒരുപാട് സ്ഥലങ്ങൾ കാണാൻ പോവാറുണ്ട്. പക്ഷെ നമ്മൾ ആരും പോവാത്തൊരു സ്ഥലമുണ്ട് നമുക്ക് അകത്തേക്കുള്ള. ആ അകത്തേക്കുള്ള യാത്രയിലാണ് ഈ ഒരു എന്ന് പറയുന്നത്. എല്ലാ വീക്കിലും നമ്മൾ നമ്മുടെ അകത്തേക്കാണ് ഒരു യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു അകത്തേക്കുള്ള ഒരു ജേണിയാണ് ഇതും. അപ്പൊ നിങ്ങൾ എല്ലാവരും ആ ഒരു ജേണിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പൊ പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള ഒരു സ്റ്റോറി ഉണ്ട്. നമ്മള് ഒരു സ്റ്റോറിയാണ്, കഥയാണ്. അപ്പോ കഥയിനെ കഥയായിട്ട് തന്നെ എടുക്കാം. അപ്പൊ ദൈവം മനുഷ്യന്മാരെ സൃഷ്ടിച്ച സമയത്ത് മനുഷ്യന്മാരുടെ ഒരു പവർഫുൾ ആയിട്ടുള്ള മനുഷ്യന്മാരുടെ അത്രയും പവർ, മനുഷ്യന്മാരുടെ എല്ലാ കഴിവുകളും അടങ്ങിയിട്ടുള്ള പവർ ഉണ്ട്. ആ പവർ എവിടെ സൂക്ഷിക്കണം എന്ന് വിചാരിച്ച സമയത്ത് ദൈവത്തിനോട് മാലാഖമാര് പറഞ്ഞു അല്ലെ, ദൈവം പറഞ്ഞു, മാലാഖമാരോട് ചോദിച്ചു ഇത് എവിടെ സൂക്ഷിക്കണം. അപ്പോ ദൈവം പറഞ്ഞു നമുക്ക് മാലാഖമാര് പറഞ്ഞു നമുക്ക് അങ്ങ് കടലിന്റെ അടിയിൽ കൊണ്ടുപോയി വെക്കാം. അപ്പോ ദൈവം പറഞ്ഞു പറ്റൂല, കാരണം മനുഷ്യന്മാര് ഈവൻ കടലിന്റെ അടിയിൽ വരെ എത്തുന്നുണ്ട്, അതുകൊണ്ട് അവിടെ കൊണ്ടുപോകാൻ വെക്കില്ല. എന്നാൽ നമുക്ക് ഏറ്റവും വലിയ മലയുടെ മുകളിൽ കൊണ്ടുപോയി വെക്കാന്ന് വിചാരിച്ചു. പക്ഷെ മലയുടെ മുകളിൽ കൊണ്ടുവെക്കാന്ന് വിചാരിച്ചാൽ ഏറ്റവും വലിയ കൊടുമുടികളും എല്ലാ മലകളും മനുഷ്യന്മാര് കീഴടക്കാൻ തുടങ്ങിയിട്ടുണ്ട്, അവിടെ പറ്റൂല. എന്നാൽ നമുക്ക് അങ്ങ് സ്പേസിൽ ശൂന്യാകാശത്ത് കൊണ്ടുപോയി വെക്കാം. അപ്പോ ദൈവം പറഞ്ഞു പറ്റൂല, കാരണം ശൂന്യാകാശത്തേക്കും മനുഷ്യന്മാരെത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ പറഞ്ഞു എന്നാ ഏറ്റവും നല്ലൊരു സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് അവരുടെ അകത്ത് തന്നെ കൊണ്ടുപോയി വെക്കാം, അവരെന്തായാലും അവിടെ നോക്കൂല എന്നുള്ള കാര്യം. പലപ്പോഴും നമ്മള് ലൈഫിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം അത് തന്നെയാണ്. ജീവിതത്തിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത്, എന്തൊക്കെയോ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ ഒരു പ്രശ്നവും പ്രയാസം ഒന്നുമില്ല, പക്ഷെ എന്തൊക്കെയോ ലൈഫ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നുണ്ടെന്ന് പറയുമ്പോഴും നമ്മൾ എന്തൊക്കെയോ പുറത്ത് തേടി നടക്കുകയാണ്. ആക്ച്വലി നമ്മുടെ പൊട്ടൻഷ്യൽ പുറത്തല്ല ഉള്ളത്, നമുക്കുള്ള എല്ലാ ട്രഷർ നമ്മുടെ ട്രഷർ ഹൗസ്, ബൈബിളിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, ദ ട്രഷർ ഹൗസ് ഈസ് വിത്തിൻ യു നിങ്ങളുടെ അകത്താണ് നിങ്ങൾക്കുള്ള ട്രഷർ ഹൗസ് എന്നുള്ളത്. അപ്പൊ നമ്മുടെ ഏറ്റവും പവർഫുൾ ആയിട്ടുള്ള കാര്യം എന്താ? നമ്മുടെ മൈൻഡാണ്. നമ്മുടെ മൈൻഡാണ് ഏറ്റവും വലിയ റിസോഴ്സ് എന്നാ പറയല്. നമുക്ക് ലൈഫിൽ വിജയം നേടാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും വലിയ റിസോഴ്സ് നമ്മുടെ മൈൻഡാണ്. ആ മൈൻഡ് എവിടെയാണ്? ആ മൈൻഡിലാണ് നമ്മുടെ എല്ലാ പൊട്ടൻഷ്യലും എല്ലാ പവർഫുൾ ആയിട്ടുള്ള കാര്യങ്ങളും കൊണ്ടുവച്ചിട്ടുള്ളത് എന്ന് പറയും. അവിടെയാണ് എന്തൊക്കെ ഒരുപാട് സീക്രട്ട് നമുക്ക് ലൈഫിൽ നേടിയെടുക്കേണ്ട, മീൻസ് ലൈഫിൽ നമ്മൾക്ക് വിജയം നേടിയെടുക്കേണ്ട നമുക്കുള്ള ട്രഷറും കാര്യങ്ങളൊക്കെ നമ്മളുടെ നിധി കൊണ്ടുവച്ചിട്ടുള്ളത് നമ്മുടെ മനസ്സിനകത്താന്നാ പറയല്. ആ മനസ്സ് നമ്മുടെ ഹൃദയത്തിനകത്തുള്ളിൽ കൊണ്ടുപോയാ വെച്ചിട്ടുള്ളത്. അവിടേക്ക് ആരും നോക്കൂല. നമ്മൾ പുറമെ കുറെ അന്വേഷിച്ച് നടക്കും, അവിടേക്ക് നമ്മൾ ആരും നോക്കൂല. അപ്പൊ അത് നമ്മുടെ അകത്തേക്കുള്ള ഓരോ ജേണിയാണ്. നമ്മളെ ഫസ്റ്റ് തൊട്ടുള്ള ഓരോ വീഡിയോസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ ജേണിയും നമ്മുടെ അകത്തേക്കുള്ള മാത്രം, നമ്മളെ സെൽഫിനെ കറക്റ്റ് ചെയ്യാനുള്ള കാര്യങ്ങളായിരിക്കും. ഒരിക്കലും മറ്റുള്ളവരെങ്ങനെ നന്നാക്കണം നമ്മളെ മക്കളെ എങ്ങനെ നന്നാക്കണം, ഹസ്ബൻഡുമാരെങ്ങനെ നന്നാക്കണം, അല്ലെങ്കിൽ കുടുംബക്കാരെങ്ങനെ നന്നാക്കണം എന്നുള്ള കാര്യമല്ല പറയുന്നത്. നമ്മളെ സ്വയം നന്നാക്കേണ്ട കാര്യമാണ് നമ്മൾ പറയേണ്ടത്.
കാരണം നമ്മൾ സ്വയം ആദ്യം നന്നാവുക, അപ്പൊ ബാക്കിയുള്ളവരൊക്കെ നന്നായിക്കോളും എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരു ജേണിയാണ് ഇപ്പോഴും നടക്കുന്നത്. അപ്പൊ ആ ജേണിയിലേക്ക് എല്ലാരും ഒന്നും കൂടി സ്വാഗതം ചെയ്യാം. അപ്പൊ പോവാൻ റെഡി അല്ലേ എല്ലാരും? അല്ലെ? അപ്പോ നമുക്കറിയാം, ഞാൻ പറഞ്ഞു നമ്മളെ മൈൻഡ് ആണ് നമ്മുടെ ഏറ്റവും മൈനസ് എന്ന് പറയുന്നത്. ഒരു നമ്മളെ ഇലക്ട്രിസിറ്റി പോലെ, നമ്മളെ വീട്ടിലേക്ക് വൈദ്യുതി കണക്ഷന് പോലെയാണ് നമ്മളെ മൈൻഡ് എന്ന് പറയുന്നത്. അല്ലെ? മൈൻഡ് എന്ന് പറയുന്നത് ഒരു വലിയൊരു എനർജി റിസോഴ്സ് ആണ്, ഊർജ ശേഖരാണ് മൈൻഡ്. മൈൻഡ് എന്ന് പറയുന്നത് വലിയൊരു എനർജീന്റെ റിസോഴ്സ് ആണ്. നമ്മൾക്ക് നമ്മുടെ ശരീരത്തിനകത്തുള്ള ഒരു എനർജി റിസോഴ്സ് ആണ് മൈൻഡ് എന്ന് പറയുന്നത്. അല്ലെ? നമുക്ക് ആവശ്യമുള്ള എനർജി അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി, കറണ്ട് വീട്ടിലേക്ക് വന്നാൽ മാത്രം പോരാ, ഓരോ ബൾബിലേക്ക്, ഫാനിലേക്ക്, നമ്മൾ അത് എന്ത് ചെയ്യും, AC-യിലേക്ക്, ഫ്രിഡ്ജിലേക്ക്, ഓരോന്നിലേക്ക് നമ്മൾ പാകത്തിന് ഇങ്ങനെ ഫ്ലോ ചെയ്യുമ്പോഴാണ് ലൈറ്റ് കത്തുന്നത്, അല്ലെ, ഫാന് കറങ്ങുന്നത്, ഫ്രിഡ്ജ് ഓൺ ആവുന്നത്, അങ്ങനെ ഓരോരോ കാര്യങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ മനസ്സാണ് നമുക്കുള്ള എനർജി റിസോഴ്സ് എന്ന് പറയുന്നത്. അവിടെയാണ് നമ്മളെ പവർഫുൾ ആയിട്ടുള്ള എനർജി. അപ്പൊ അത് എവിടെ കിടക്കുന്നത്? മനസ്സെന്ന് പറയുമ്പോ നമ്മുടെ കോടാനുകോടി കോശങ്ങൾ ഉണ്ട് അല്ലെ? നമുക്ക് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമാണ്, നമ്മളെ മനസ്സെന്ന് പറയുന്നത് വെറും, നമ്മൾ ചില ആളുകൾ പറയും നമ്മളെ തലയിലാണ്, ചില ആളുകൾ ഹൃദയത്തിലാണ്. അവിടെ മാത്രമൊന്നുമല്ല, മനസ്സെന്ന് പറയുന്നത് നമ്മുടെ എല്ലാ ബോഡിയിലുള്ള എല്ലാ കോശങ്ങൾക്കും എന്തുണ്ട്? മനസ്സുണ്ട്. എല്ലാ കോശങ്ങൾക്കും ബോധമുണ്ട് അല്ലെ? എല്ലാ കോശങ്ങൾക്കും എന്തുണ്ട്? ജീവനുണ്ട്. ആ ജീവന് എന്തുള്ളതുകൊണ്ടാ അല്ലെ? ആ ഒരു ഊർജം ഉണ്ട്. എല്ലാ കോശങ്ങളിലും ഊർജം കിടക്കുന്നുണ്ട്. കോടാനുകോടി കോശങ്ങൾ ഉണ്ടെങ്കിൽ ആ എല്ലാ കോശങ്ങളിലും ഊർജം കിടക്കുന്നുണ്ട്. ആ ഊർജം അല്ലെ, നമുക്ക് ആവശ്യമായിട്ടുള്ള നമ്മുടെ ലൈഫിൽ സക്സസ് നേടാൻ, വിജയം നേടാൻ ആവശ്യമായ ഊർജം നമുക്ക് അകത്ത് തന്നെ നമ്മള് ക്രിയേറ്റർ തന്നിട്ടുണ്ട്. പക്ഷെ അത് പലപ്പോഴും പലരും തിരിച്ചറിയുന്നില്ല. അത് തിരിച്ചറിയാതെ വരുന്ന സമയത്താണ് നമ്മള് പല പ്രശ്നങ്ങളിലും അകപ്പെടാറുള്ളത്. അതിപ്പോ എന്ത് ചെയ്യും, നമ്മളെ ബിസിനസ്സിലാവാൻ പ്രശ്നം, അല്ലെങ്കിൽ സാമ്പത്തിക സ്ഥിതിയിലാവാൻ പ്രശ്നം, അല്ലെങ്കിൽ നമ്മളെ കുടുംബ ബന്ധങ്ങളിലാവാൻ പ്രശ്നം. അങ്ങനെ പല പല പ്രശ്നങ്ങളിൽ നമ്മൾ ഇങ്ങനെ പോയി പെടും. ആക്ച്വലി ചില സമയത്ത് എന്ത് ചെയ്യും, മടി, അതും ഒരു എന്താണ്, നമുക്ക് അകത്തുള്ള എനർജി മര്യാദക്ക് യൂസ് ചെയ്യാതെ വരുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നമാണ്. അപ്പൊ നമ്മള് എനർജി എന്ന് പറയുന്നത് നമ്മളെ കോടാനുകോടി കോശങ്ങൾ എന്ന് പറയുമ്പോൾ ഓരോ കോശങ്ങൾ ഒരു ഷെൽഫ്, ആ ഷെൽഫിൽ കോടാനുകോടി അറകളുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കാം. അപ്പൊ നമ്മളെ ശരീരത്തിലുള്ള കോടാനുകോടി കോശങ്ങളിൽ ഇങ്ങനെ എനർജി, ഓരോ കോശത്തിലും എനർജി ഇങ്ങനെ എന്തായിട്ടുണ്ട്, കഷ്ണം കഷ്ണം കഷ്ണാക്കിയിട്ട് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് എല്ലാ കോശത്തിലും നിറച്ചു വെച്ചിട്ട്. അതുപോലെ തന്നെയാണ് എല്ലാവരും മ്യൂട്ടാക്കാൻ ശ്രമിക്കണേ. അപ്പൊ എല്ലാ കോശങ്ങളിലും ഇതുപോലെ എനർജി ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് എല്ലാ കോശത്തിലും നിറച്ചു വെച്ചിട്ടുണ്ട്. ഇതെല്ലാം കൂടി കൂട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ നമ്മളെ എല്ലാ കോശങ്ങളിലുള്ള ഈ കോടാനുകോടി കോശങ്ങളിലുള്ള എനർജി എല്ലാം കൂടി ഒരുമിപ്പിച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം അല്ലെ, ആറ്റം ബോംബിനെ നമുക്കറിയാം, ന്യൂക്ലിയർ ബോംബൊക്കെ നമുക്കറിയാം, നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ. ആറ്റം ബോംബ് ആണെങ്കിലും ന്യൂക്ലിയർ ബോംബ്, അതേപോലെ ഹൈഡ്രജൻ ബോംബ്, നമ്മൾ ഒരുപാട് ബോംബൊക്കെ കേട്ടിട്ടുണ്ട്. ഒരു രാജ്യത്തെ മൊത്തം നശിപ്പിക്കാനുള്ള പവർ ഉണ്ട്. ആറ്റം എന്ന് പറയുമ്പോൾ ഒരു അണുവിൽ നിന്നുള്ള ഇതാണ്. ആ ഒരു അണുവിന്റെ ഒരു കുഞ്ഞ് അല്ലെ, നമുക്ക് കണ്ണുകൊണ്ട് പോലും കാണാൻ പറ്റൂല ഒരു ആറ്റം എന്ന് പറയുന്നത്, അത്രയും സൈസ് ചെറുതാ. ആ ചെറിയ അണുവിൽ നിന്ന് ഉണ്ടാവുന്ന സ്ഫോടനം എന്ന് പറയുന്നത് അല്ലെ, ഒരു നാടിനെ മൊത്തം നശിപ്പിക്കാൻ, ഒരു രാജ്യത്തെ മൊത്തം നശിപ്പിക്കാൻ ഉപയോഗിക്കാമെങ്കിൽ നമ്മുടെ ഈ കോടാനുകോടി എന്തുണ്ട്, അണുക്കളുണ്ട് നമുക്കകത്ത്. കോടാനുകോടി ആറ്റംസ് കൊണ്ടാണ് നമ്മളെ ശരീരം നിർമ്മിച്ചിട്ടുള്ളത്. ആ ആറ്റംസിന്റെ എനർജി ഒന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾക്കകത്ത് എത്രത്തോളം എനർജി ഉണ്ടാവും. നമ്മുടെ ഈ കംപ്ലീറ്റ് എനർജി ഒന്ന് കൂട്ടി വെച്ചിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ എന്ത് ചെയ്യാം, ഈ പ്രപഞ്ചം മൊത്തം പൊട്ടിത്തെറിക്കാൻ പാകത്തിനുള്ള എനർജി നമുക്ക് അകത്തുണ്ടാവും. അപ്പൊ എന്തിനു വേണ്ടിയിട്ടാണ് നമ്മുടെ ക്രിയേറ്റർ ഇത്രത്തോളം എനർജി നമുക്ക് അകത്ത് വെച്ച് തന്നിട്ടുള്ളത്? ആക്ച്വലി നമ്മളെല്ലാരും അല്ലെ സ്പിരിച്വൽ ബീയിങ് ആണ് അല്ലെ. സ്പിരിച്വൽ അവിടുത്തെ ഒരു പാർട്ടാണ്, നമ്മളെ ക്രിയേറ്ററിന്റെ ഒരു പാർട്ടാണ്. എപ്പോഴും നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മൾ എന്തിന് ഈ ഭൂമിയിൽ വന്നിട്ടുള്ളത് എന്നുള്ളത്. നമ്മളിപ്പോഴും മാനുഷികമായിട്ട് നമ്മൾ കുറെ ചിന്തകളിലൂടെ കടന്നു പോവാറുണ്ട്. നമ്മൾ ഇവിടുത്തെ കാര്യങ്ങൾ ഇങ്ങനെ അല്ലെ, നമുക്ക് ഇപ്പോഴും നമ്മുടെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് നടക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മുടെ ക്രിയേറ്റർക്ക് ഈ ഭൂമി എന്ന് പറയുന്നത് വെറും കൊതുകിന്റെ
അല്ലെ കൊതുകിന്റെ എന്താ പറയാ ചിറകിന്റെ അത്ര വിലയുള്ളൂ, അത്രയും ചെറുതാ. ഇതില് നമ്മളോ നമ്മളെ ലൈഫിനെ കാണുന്നതോ എന്തോ വലിയ സംഭവമായിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങൾ, ഒരു കുഞ്ഞു പ്രശ്നം ഉണ്ടാകുമ്പോഴത്തേനും അത് എന്തൊക്കെയൊക്കെ ഊതി വീർപ്പിച്ച് എന്തൊക്കെയോ ആക്കി മാറ്റുന്നുണ്ട്. അപ്പോ എന്തിനാ നമുക്ക് ഇത്രയും പൊട്ടൻഷ്യൽ നമുക്ക് അകത്ത് തന്നിട്ടുള്ളത്? നമ്മൾ ഭയങ്കര സമ്പന്നരാ. നമ്മള് അല്ലെ പുറമെ നമ്മളെന്താ, നമുക്ക് പൈസ ഇല്ല, അങ്ങനെ ഇല്ല, അങ്ങനെ ഇല്ല, നമ്മൾക്ക് കുറെ കടാണ്, അല്ലെ നമുക്ക് കുറെ പ്രശ്നങ്ങളാണ്, പ്രതിസന്ധികളാണ്, അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ അറിയുമ്പോഴും നമുക്ക് അകത്ത് ഇത്രത്തോളം പൊട്ടൻഷ്യൽ എന്തിനാ തന്നിട്ടുള്ളതെന്ന് അറിയാം. ആ പൊട്ടൻഷ്യൽ നമുക്ക് ഇവിടെ ഓരോ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നമ്മൾ വെറുതെ വന്നവരല്ല ഈ ഭൂമിയിലേക്ക്, ആരും വെറുതെ വന്നവരല്ല. നമ്മള് ക്രിയേറ്റർ എന്തിനാ മനുഷ്യരെ സൃഷ്ടിച്ചിട്ടുള്ളത് എന്തിനാന്നാ പറയല്, ക്രിയേറ്റർ പറയല് അല്ലെ, ദൈവത്തിനെ കാണാൻ വേണ്ടിയിട്ട് ദൈവത്തിന് ആഗ്രഹം വന്നപ്പോഴാണ് മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് ദൈവം നമ്മൾ പറയാറുള്ളത്. കാരണം ദൈവം ചെയ്യേണ്ട ഓരോ കാര്യങ്ങളാണ് മനുഷ്യരിലൂടെ ഇങ്ങനെ ദൈവം അവിടെ നിന്ന് നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിങ്ങനെ ഓരോ പാർട്ടായിട്ട് എല്ലാവർക്കും ഉള്ളിലും കൊടുത്തിട്ടുണ്ട് ആ ഒരു സോഴ്സ്, ആ ഒരു പവർ എന്നുള്ളത്. ഡിവൈൻ പൊട്ടൻഷ്യലാ നമുക്ക് അകത്തുള്ള ഈ എനർജി, ഈ ഒരു പൊട്ടൻഷ്യൽ, നമ്മുടെ എനർജി റിസോഴ്സ് എന്ന് പറയുന്നത് ഡിവൈൻ പൊട്ടൻഷ്യലാ. അപ്പോ അതിൽ നിന്ന് കിട്ടിയ പവർ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്തുണ്ടാവും, നമ്മളൊന്നും നിസ്സാരക്കാരല്ല. അതിന്റെ പാർട്ടാന്ന് പറയുമ്പോ കുറച്ചൊക്കെ കാര്യങ്ങള് അല്ലെ ഡിവൈന്റെ പാർട്ടാണ് നമ്മൾ ഓരോരുത്തരും എന്ന് പറയുമ്പോ. ചില ആളുകൾ കണ്ടിട്ടുണ്ടാവും കുറേ ഭയങ്കര എന്താണ് മിറാക്കുലസ് ആയിട്ട് ഒരുപാട് വിജയങ്ങളൊക്കെ ലൈഫിൽ നേടിയെടുത്ത് ബില്യണേഴ്സ് ഒക്കെ ആയിട്ടുള്ള ആളുകളാവട്ടെ, വലിയ വലിയ വിജയങ്ങൾ നേടിയെടുക്കുന്ന ഒരുപാട് ആളുകളെ നമ്മൾ കാണാറുണ്ട്. അവർക്കുള്ളിൽ മാത്രമൊന്നുമല്ല പൊട്ടൻഷ്യൽ ഉള്ളത്, നമുക്ക് എല്ലാവർക്കും ഉള്ളിലുണ്ട്. പക്ഷെ ആരാണോ അതിനെ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ടാണ് നമുക്ക് എന്ത് വരുന്നത്, ഓരോരുത്തരുടെ ലൈഫ് എങ്ങനെ ആവണം തീരുമാനിക്കുന്നത്. നമ്മളാണ് നമ്മളെ ലൈഫ് എങ്ങനെ ആവണമെന്ന് ഒരുവിധം തീരുമാനിക്കുന്നത്. കാരണം നമുക്ക് അവിടുന്ന് നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾക്ക് വേണ്ട എനർജി കാര്യങ്ങൾ നമുക്ക് അകത്ത് വെച്ച് തന്നിട്ടുണ്ട്. പക്ഷെ അത് മര്യാദക്ക് എന്ത് ചെയ്യുന്നില്ല, നമ്മൾ യൂസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ്. അപ്പോ നമ്മൾക്ക് തന്നിട്ടുള്ള എനർജി നമ്മൾ എന്തിനൊക്കെ യൂസ് ചെയ്യുന്നു? ഇപ്പോ ഇടുക്കി ഡാമിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെ, ഇടുക്കി ഡാമില് വെള്ളം കെട്ടി നിൽക്കുന്നുണ്ട്. ആ കെട്ടി നിൽക്കുന്ന എനർജിയാണ് പിന്നെ എന്തായിട്ട് മാറുന്നത്, നമുക്ക് നമ്മുടെ വീട്ടിലുള്ള ഇലക്ട്രിസിറ്റി ആയിട്ട് മാറുന്നത്. അവിടെ ആ വെള്ളത്തെ കെട്ടി നിർത്തിയിട്ട് അല്ലെ, വെള്ളം കെട്ടി നിൽക്കുമ്പോൾ ഉണ്ടാകുന്ന എനർജിയാണ് പൊട്ടൻഷ്യൽ എനർജി. നമ്മൾ പണ്ട് ഫിസിക്സിലൊക്കെ പഠിച്ചിട്ടുണ്ടാവും സ്കൂളുകളിൽ, പൊട്ടൻഷ്യൽ എനർജി, കൈനറ്റിക് എനർജി. ആ പൊട്ടൻഷ്യൽ എനർജീനെ എന്താക്കാൻ പറ്റും, ടർബൈന് കറക്കി അല്ലെ കറണ്ട് ഉണ്ടാക്കാൻ വേണ്ടി യൂസ് ചെയ്ത് ആ എനർജിയാണ് പിന്നെ എങ്ങനെ വന്ന് നമ്മളെ വീട്ടിലെ ബൾബായിട്ടും ബൾബില് വെളിച്ചായിട്ടും ഫാനിൽ കാറ്റായിട്ടും ഒക്കെ മാറുന്നത്. അതുപോലെ തന്നെ അല്ലെ എന്റെ എനർജിയാണ് അല്ലെ, എന്റെ അകത്തുള്ള ആ എനർജിയാണ്, എന്റെ അകത്ത് ദൈവം തന്നിട്ടുള്ള ആ ഡിവൈൻ പൊട്ടൻഷ്യലാണ് ഈ സൗണ്ട് എനർജി ആയിട്ട് നിങ്ങൾക്ക് ഓരോരുത്തരിലേക്കും എന്റെ മുന്നിലുള്ള ഈ ഓരോ ആളുകളിലേക്കും എത്തുന്നത്. അപ്പൊ ഇതുപോലെ എല്ലാവർക്കകത്തും എനർജി ഉണ്ട്. അത് എങ്ങനെ യൂസ് ചെയ്യണം അല്ലെ, നമ്മളെ വീട്ടിലേക്ക് കറണ്ട് എത്തുന്നുണ്ട്, ആ കറണ്ട് എ സിയിലേക്ക് വേണം, ഫാനിലേക്ക് വേണോ, ബൾബിലേക്ക് വേണോ, അതൊക്കെ നമ്മളാ തീരുമാനിക്കുന്നത്. അതിനനുസരിച്ചിട്ട് ബൾബ് വേണോ, എ സി വേണോ, നമ്മളെ വീട്ടില് എന്തൊക്കെ ഇലക്ട്രിസിറ്റി ഉപകരണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മളാ മാനേജ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതിൽ ഏതിനൊക്കെ വേണ്ടേ കറണ്ട് വേണ്ടത്, ഏതൊക്കെ വേണ്ടത് പ്രവർത്തിപ്പിക്കേണ്ടത് എന്നുള്ളത് നമ്മളാ തീരുമാനിക്കുന്നത്. അതുപോലെ തന്നെ നമുക്കകത്തും എന്തുണ്ട്, ഒരു ഡിവൈൻ പൊട്ടൻഷ്യല് നമുക്കകത്ത് നമ്മുടെ ദൈവം തന്നിട്ടുണ്ട്. ഈ കോടാനുകോടി കോശങ്ങളിൽ ആ ഒരു എനർജി കാര്യങ്ങൾ സെറ്റ് ആക്കി തന്നിട്ടുണ്ട്. ഇതെന്തിനാന്നറിയോ, നമുക്ക് ഈ ഭൂമിയിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. നമ്മുടെ പർപ്പസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എനർജിയാണ് നമുക്ക് ഇവിടെ തന്നിട്ടുള്ളത്. പക്ഷെ പലരും എന്ത് ചെയ്യൂല, ഇത് മനസ്സിലാക്കൂല. നമ്മള് പല കാര്യങ്ങളും നമ്മളെങ്ങനെ ഇതൊക്കെ ചെയ്യാ, ചില കാര്യങ്ങൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഞാനെങ്ങനെ ഇപ്പൊ ഇതൊക്കെ ചെയ്യാ, അല്ലെങ്കിൽ ഇന്നെ കൊണ്ട് ഇപ്പൊ ഇതൊക്കെ പറ്റുമോ, അല്ലെങ്കിൽ അതൊക്കെ ഓർക്ക് നടക്കണ കാര്യല്ലേ, അല്ലെങ്കിൽ ഇതൊക്കെ ഇന്നൊക്കെ കൊണ്ട് പറ്റുമോ, നമ്മൾ ചിന്തിക്കുന്ന അതാ. അത് ഓർക്കുക, അത് പൈസക്കാർക്കുള്ള ഇതാണ്, നമുക്കതൊന്നും ആലോചിക്കാൻ പോലും പാടില്ല. ഇത് എന്താണ്, നമുക്ക് ഇതൊക്കെ മതി, കൊക്കിൽ ഒതുങ്ങുന്ന നമുക്ക് കൊത്താൻ പാടുള്ളൂ, നമ്മൾ അത്രക്കൊന്നും ചിന്തിക്കാൻ പാടില്ല. നമ്മളെ എനർജി എന്താ, നമ്മൾ മര്യാദക്ക് യൂസ് ചെയ്യാതെ ഉള്ളിൽ എടുത്തു വെച്ച് നമ്മൾ എന്ത് ചെയ്യും, അതിന് ബൗണ്ടറി വെച്ച് നമുക്ക് ആവശ്യത്തിനും ഇല്ല അനാവശ്യത്തിനും ഇല്ലാതെ ഉപയോഗിക്കാതെ കുറെ വേസ്റ്റ് ആക്കി കളയാം. നമ്മൾ കാര്യത്തിന് യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ടാണ് ലൈഫിൽ നേട്ടങ്ങൾ വിജയങ്ങൾ നേടാൻ വരാത്തത്. ഇപ്പോഴും സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളാണോ, ഇപ്പോഴും എന്താ പറയാ, നമുക്ക് ലൈഫിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടുന്നത്, ഇപ്പോഴും പരാതിയും പരിഭവം പറഞ്ഞിരിക്കുകയാണോ? യെസ്, നമുക്കുള്ള എനർജി നമ്മൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാത്തതിന്റെ പ്രശ്നം മാത്രമാണത്.
അപ്പോ നമുക്കുള്ളിലുള്ള അല്ലെ നമ്മളെ പൊട്ടൻഷ്യൽ കണ്ടെത്തുക എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെ പൊട്ടൻഷ്യൽ നമ്മളല്ല, നമ്മളുടെ ഇവിടെ വെറും ഒരു ചാനൽ മാത്രം. നമ്മളൊരു ചാനൽ മാത്രം. നമ്മൾ ഇവിടെ ചെയ്യുന്ന ഒരു കാര്യവും നമ്മളല്ല ചെയ്യുന്നത്, നമ്മളിലൂടെ നമ്മൾ ക്രിയേറ്ററാ ചെയ്യുന്നത്. ആ ഒരു ചിന്ത കൊണ്ടുവന്നാൽ മാത്രം മതി നമുക്ക് എല്ലാം ഭയങ്കര സ്മൂത്ത് ആയിട്ട് ഈസി ആയിട്ട് ഫ്ലോ ആയിട്ട് ചെയ്യാൻ പറ്റും. കെട്ടിക്കിടക്കുന്ന എന്താണ് വെള്ളത്തിന് എന്താവൂല, കെട്ടിക്കിടക്കുന്ന വെള്ളം എപ്പോഴും മലിനമായിട്ടായിരിക്കും, അത് ശുദ്ധി ഉണ്ടാവില്ല. ഒഴുകുന്ന വെള്ളം ശുദ്ധി ആവുള്ളൂ എന്ന് പറയും. അതുപോലെ തന്നെ നമുക്കകത്ത് ഒരുപാട് എനർജി കെട്ടിക്കിടക്കുന്നുണ്ട്. ആ എനർജിയാണ് നമ്മുടെ കാഴ്ചയായിട്ട് മാറുന്നത്, കേൾവിയായിട്ട് മാറുന്നത്, നമ്മളെ സംസാരമായിട്ട് മാറുന്നത്, അല്ലെ, നമ്മളെ ഹേർട്ട് ബീറ്റ് ആയിട്ട് മാറുന്നത്, നമ്മളെ വോൾ ബോഡിയിൽ ബ്ലഡ് സർക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്നതൊക്കെ നമുക്കകത്ത് കെട്ടിക്കിടക്കുന്ന എനർജിയാണ് ഇതിനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നത്. നമ്മളെ ലൈഫില് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? എനിക്ക് വണ്ടി ഓടിക്കാൻ കഴിയും, എനിക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ കഴിയും, എനിക്ക് പാട്ട് പാടാൻ കഴിയും, അല്ലെങ്കിൽ എനിക്ക് ചിത്രം വരയ്ക്കാൻ കഴിയും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എഴുതാൻ കഴിയും. ഇങ്ങനെ കുറച്ച് കഴിവുകൾ, ഇതൊന്നും മാത്രമൊന്നും അല്ല, ഇതിലേക്കാളും എത്രയോ മടങ്ങ് കാര്യങ്ങൾ നേടിയെടുക്കാൻ പാകത്തിനുള്ള എനർജി നമുക്ക് അകത്തുണ്ട്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യൂല, അത് ഉപയോഗിക്കാതെ വരുന്ന സമയത്ത് എന്ത് ചെയ്യും? അല്ലെ, ഇടുക്കി ഡാമില് എന്ത് ചെയ്യും? വെള്ളം കുറെ കെട്ടി 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 നിന്ന് അത് ചില സമയത്ത് അത് നിറഞ്ഞൊഴുകാൻ സമയത്ത് എന്ത് ചെയ്യും? തുറന്നു കൊടുക്കും അല്ലെ. അത് ഓവർ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഡാമിന് പിന്നെ എന്താണ് കെട്ടി നിർത്താൻ അപ്പുറത്തേക്ക് എത്തുന്ന സമയത്ത് തുറന്നു കൊടുക്കും. തുറന്നു കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്ത് വരും? ആകെ പൊട്ടിപ്പോവും. അതുപോലെ നമ്മളെ ലൈഫിലും നമ്മളെ എനർജി മര്യാദക്ക് നമ്മൾ യൂസ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താവും? അത് മൊത്തത്തിൽ പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിക്കുന്ന അവസ്ഥയാണ് ലാസ്റ്റ് എന്തായിട്ട് പറഞ്ഞത്, കുറച്ച് പ്രായം എത്തുന്ന സമയത്തും ചിലപ്പോൾ അസുഖങ്ങളായിട്ട് വരും. കാരണം നമ്മൾ ഉള്ളിൽ കെട്ടിവെച്ച് അതിന് എന്തെങ്കിലുമൊക്കെ ആവണ്ടേ. ഉള്ളിൽ ഇങ്ങനെ നിന്ന് പലർക്കും പല അസുഖങ്ങളായിട്ട് മാറും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നങ്ങളായിട്ട് മാറും. അപ്പൊ നമ്മള് നല്ല രീതിയിൽ നമുക്ക് പല കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ മടിക്കുന്നത് എന്തുകൊണ്ടാ? ഇതൊക്കെ നമ്മളെ കൊണ്ട് പറ്റുമോ? അല്ലെങ്കിൽ ഇതൊക്കെ എന്നെ കൊണ്ട് പറ്റുന്നതാണോ? ഇതൊന്നും എനിക്ക് പറ്റുന്ന കാര്യമില്ല, അല്ലെങ്കിൽ ഇതൊക്കെ നമ്മളെ കൊണ്ട് പറഞ്ഞേ നമ്മളെ ഫാമിലി ഇങ്ങനത്തെ ഫാമിലി, നമ്മളെ കൊണ്ട് നമുക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റൂല, നമ്മൾ ഇത്ര കുറച്ചൊക്കെ ഇങ്ങനെയുള്ളതാ, നമ്മൾ ആ രൂപത്തിലാ ചിന്തിക്കാറുള്ളത്. പക്ഷെ നമുക്ക് ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ ആലോചിച്ച് നോക്കുക. ഈ എല്ലാ മനുഷ്യർക്കും അകത്തുള്ള പൊട്ടൻഷ്യൽ ഡിവൈൻ പൊട്ടൻഷ്യലാ. നമ്മളെല്ലാം അവിടെ ചെയ്യുന്നത് അല്ലെ, നമ്മുടെ എനർജി എല്ലാം അവിടെ യൂസ് ചെയ്യുന്നത് ഡിവൈൻ എനർജിയാണ് നമ്മൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മളാണ് ചെയ്യുന്നത്, നമ്മൾ എന്തൊക്കെ ആക്കി കൂട്ടുകയാണെന്ന് പറയുമ്പോഴാണ് നമുക്ക് എന്ത് വരുന്നത്? എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ അഹങ്കാരം വരുന്നുണ്ടതും അല്ലെ. നമ്മൾ എന്തൊക്കെ ചെയ്യുമ്പോൾ നമുക്കത് കൊണ്ട് അതൊന്നും പറ്റൂല, എന്നെ കൊണ്ട് അതൊന്നും പറ്റണ കാര്യമില്ല എന്നുള്ള രൂപത്തിൽ നമ്മൾ പല കാര്യങ്ങളൊന്നും മാറി നിൽക്കുന്നതൊക്കെ നമ്മളല്ല ചെയ്യുന്നത്, ഡിവൈന് അല്ലെ, ആ ക്രിയേറ്റർ നമ്മളിലൂടെ ചെയ്യാണ്. നമ്മൾ അവിടെ ഒരു ചാനൽ മാത്രമായിട്ട് നിന്ന് കൊടുക്കുക എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു കാര്യം ചെയ്യാനും എന്ത് വരില്ല, മടിയ കാര്യങ്ങളോ വരില്ല. കാരണം നമ്മൾ നമ്മളായിട്ട് നിന്ന് കൊടുത്താൽ മതി. ആരൊക്കെ പോലെ ആവാൻ വേണ്ടി ശ്രമിക്കണ്ട. നമ്മൾ നമ്മളായിട്ട് നിന്ന് കൊടുക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ ഭയങ്കര ഫ്ലോയില് നമുക്ക് ചെയ്യാൻ പറ്റും. റൂമി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, നമ്മൾ നമ്മളെ ഹൃദയത്തിൽ തട്ടി എന്തെങ്കിലും ചെയ്യാന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളൊരു ഒരു അരുവി ഒഴുകുന്ന പോലെ അല്ലെങ്കിൽ പുഴ ഒഴുകുന്ന പോലെ ഒരു റിവർ മൂവിങ് എഫക്റ്റ് ആയിരിക്കും നമുക്കുള്ളിൽ ഉണ്ടാവുക നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പൊ നമ്മൾ അത്രയും ഇഷ്ടത്തോട് കൂടിയിട്ട് നമ്മൾ അത്രയും അത്രയും താല്പര്യത്തോട് കൂടിയിട്ട് ഒരു കാര്യം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുമ്പോൾ, കാരണം അവിടെ നമ്മളല്ല ചെയ്യുന്നത്, ആ ഡിവൈൻ എനർജി, ആ എനർജീനെ നല്ല രീതിയിൽ ഫ്ലോ ചെയ്യാൻ വേണ്ടി നമ്മൾ അനുവദിക്കാം. അപ്പൊ നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന സമയത്താണ് അത് മലിനമായിട്ട് മാറുന്നത്. അതിന് പകരം നമ്മൾ ആ എനർജീനെ നല്ല രീതിയിൽ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ആ നല്ല രീതിയിൽ ഫ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അനുവദിക്കുന്ന സമയത്ത് നമ്മളെ ലൈഫ് ഒരു ഭയങ്കര റിവർ പുഴ ഒഴുകുന്ന പോലെ നല്ല ഒഴുക്കില് നമുക്ക് ലൈഫ് മുന്നോട്ട് പോകുന്നതായിട്ട് കാണാൻ പറ്റും. നമ്മളാണ് എന്തൊക്കെയോ ചെയ്യുന്നതെന്ന് ആലോചിക്കുമ്പോഴാണ് നമുക്ക് എല്ലാ പ്രശ്നങ്ങളും വരുന്നത്. ഇത്രയും പൈസ വേണം ഇതിനൊക്കെ, അല്ലെ ഇത്രയും ക്യാഷ് വേണം ഇതിനൊക്കെ, എന്താ ഇപ്പൊ ഇതിനൊക്കെ ചെയ്യാൻ, അങ്ങനെ ആലോചിക്കേണ്ട ആവശ്യമില്ല. നമ്മളല്ല അത് തരേണ്ട ആളാരാ? മുകളിലുള്ള. പക്ഷെ നമ്മൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ അവിടെ ചെയ്തു കൊടുക്കണം. ഈ പൊട്ടൻഷ്യൽ ഒക്കെ ഇവിടെ എത്തിച്ച് തന്നിട്ടുള്ളത് എന്തിനാ വെച്ചാൽ വെൻ യു ക്യാൻ ഡു വാട്ട് യു ക്യാൻ, ഗോഡ് വിൽ കാൻ ഡു വാട്ട് യു കാണ്ട്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്യുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ അവിടെ നിന്നുള്ള ഗൈഡൻസും കാര്യങ്ങളും കിട്ടുക. അപ്പോ നമുക്ക് കറക്റ്റ് ഗൈഡൻസ് നമ്മൾ പറയലുണ്ട് അല്ലെ, തവക്കൽ തോലല്ല, തവക്കുലാക്കിയിട്ട് എല്ലാം പരമേൽപ്പിച്ചിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന സമയത്ത് അവിടുത്തെ അപ്പൊ നമ്മൾ ചെയ്യുന്ന കാര്യം എന്താ? എല്ലാം പരമേൽപ്പിക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യം എല്ലാം അങ്ങോട്ട് സമർപ്പിച്ചു. നിങ്ങളുടെ പൊട്ടൻഷ്യൽ
പഠിച്ചോനെ നിങ്ങളെ പൊട്ടൻഷ്യൽ എന്റെ ഉള്ളിലുള്ളത്, ഞാനൊന്നും അല്ല. അപ്പൊ എന്താണോ ചെയ്യേണ്ടത് ആ ചെയ്യേണ്ട കാര്യം നിങ്ങൾ ചെയ്തോളി എന്ന് പറഞ്ഞ് നമ്മൾ നിന്ന് കൊടുക്കുകയാണ്. എന്നിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റും. നമ്മൾ എന്തൊക്കെയോ ചെയ്യാൻ ആലോചിക്കുമ്പോഴാണ് നമുക്ക് പ്രശ്നം. നമ്മളെല്ലാം നമ്മളിലൂടെയുള്ള ഈ ഡിവൈൻ പൊട്ടൻഷ്യൽ ആണ് നമ്മളെ ഈ ഉള്ളിലൊക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതും ഈ ചെയ്തുകൊണ്ടിരിക്കുന്നതും എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഭാരം ഫീൽ ചെയ്യൂല. അപ്പൊ നമുക്ക് എല്ലാം എന്താക്കാൻ പറ്റും, തവക്കുലാക്കിയിട്ട് അല്ലെങ്കിൽ എല്ലാം അങ്ങ് സറണ്ടർ ചെയ്തിട്ട് നമുക്ക് ഓരോ കാര്യം ചെയ്യാൻ പറ്റും. എല്ലാ കാര്യമാണെങ്കിലും അങ്ങനത്തെ രൂപത്തിൽ ചെയ്യാൻ പറ്റും. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം നമ്മുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ അത്ര ചെറുതല്ല, എല്ലാവർക്കും ഉള്ളിലും ഉണ്ട്. അത് ആർക്കും ഇല്ലാത്തില്ല, എല്ലാവർക്കും ഉള്ളിലും ഓരോ കോശത്തിലെ ഓരോ കോശങ്ങളുടെ അറയിലും ഇത് ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഈവൻ മടി പിടിച്ചിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എനർജി എന്തിനാ മടിക്ക് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മള് എനർജി നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ചിന്തകൾക്ക് വേണ്ടിയിട്ടാണ്. കണ്ണിന് യൂസ് ചെയ്യുന്നു, കാഴ്ചക്ക് യൂസ് ചെയ്യുന്നു, കേൾവിക്ക് യൂസ് ചെയ്യുന്നു, സംസാരിക്കാൻ യൂസ് ചെയ്യുന്നു, നമ്മളെ ഓരോ ചലനത്തിന്, നമ്മളെ ബോഡിയിലുള്ള ഓരോ ശരീരാവയവങ്ങളുടെ പ്രവർത്തനത്തിനൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിനേക്കാൾ അപ്പുറത്തേക്ക് നമ്മളെ പുറമേക്ക് നമ്മൾ ആ കാര്യം നമ്മുടെ എനർജീനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് നമ്മളെ ചിന്തകളിലേക്കാണ്. അതുകൊണ്ട് ആ ചിന്തകൾ എനർജിയാണെന്ന് പറയാനുള്ള കാരണം. നിങ്ങളെ ചിന്തകൾ എനർജിയാ. അപ്പോ നിങ്ങൾ നല്ലത് ചിന്തിക്കുമ്പോ എന്ത് വരും? നല്ലത് ചിന്തിക്കുമ്പോ നിങ്ങൾക്ക് നല്ലത് ചിന്തിച്ചാൽ നല്ല നല്ല ചിന്തകൾ നല്ല വാക്കുകളായും നല്ല പ്രവർത്തനങ്ങളായിട്ടും മാറുന്നതും അല്ലെ. ചീത്ത ചിന്തകളാണ് നമ്മൾ എപ്പോഴും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എവിടെ തൊട്ടാലും എന്ത് തൊട്ടാലും പൊന്നാവാന്ന് പറയും. അതേപോലെയാണ് എവിടെ തൊട്ടാലും നമ്മളെ തോട്ട് കംപ്ലീറ്റ് ഡിസ്ട്രാക്ട് ചെയ്ത് കിടക്കാണ്, കംപ്ലീറ്റ് നെഗറ്റീവ് തോട്ട്സ് ആണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അല്ലെ, ഞാൻ ഇപ്പൊ എക്സാം എഴുതിയ പൊട്ടുവോ, അല്ലെങ്കിൽ എനിക്കിപ്പോ ഇങ്ങനെ മാർക്കൊക്കെ ഉണ്ടാവോ, അല്ലെങ്കിൽ ഞാൻ ഈ ബിസിനസ് തുടങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിപ്പോ പൊട്ടിയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ എന്താവും. നമ്മൾ അങ്ങനെ ആലോചിക്കാം. ഞാനൊരു ബിസിനസ് തുടങ്ങിയിട്ട് അതങ്ങാനും ഇത്ര ലാഭത്തിൽ മുന്നോട്ട് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, അങ്ങനെ ആരെങ്കിലും ചിന്തിക്കലുണ്ടാവും അല്ലെ. എക്സാമിന് പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതെങ്ങാനും എക്സാം എങ്ങാനും ടഫായാൽ അത് പൊട്ടിപ്പോയാൽ പിന്നെ എന്തേക്കാരം അവസ്ഥ, അത് നമ്മളെല്ലാവരും ചിന്തിക്കും. ഫെയിലിയേഴ്സ് നമ്മളെല്ലാവരും ചിന്തിക്കും. പക്ഷെ എപ്പോഴെങ്കിലും അതിനെ അല്ലെ നേരെ അപ്പുറത്തെ ഓപ്പോസിറ്റ് നമ്മൾ എപ്പോഴും ചിന്തിക്കലുണ്ടാവും. ഇതൊക്കെ ജയിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഷോ എത്ര ആൾക്കാരുടെ ഈ കാര്യം എനിക്ക് ഇത് കിട്ടാ അല്ലെ, നമുക്ക് ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളും കിട്ടുന്നതും അല്ലെ, ഒരുപാട് അപ്രീസിയേഷൻസ് കിട്ടുന്നതും നമ്മൾ അത്ര അത് ചിന്തിക്കൂല. അപ്പൊ നമ്മുടെ എനർജി നമ്മൾ എന്തിനു യൂസ് ചെയ്ത്, അതുകൊണ്ടാ പറയണത് അല്ലെ, ദൈവം നമ്മളോട് കണക്ക് ചോദിക്കും. നിങ്ങളെ കണ്ണ് ചോദിക്കും കണക്ക്, നിങ്ങളെ കാത് ചോദിക്കും കണക്ക് അല്ലെ. നമ്മുടെ ഈ ആ ഡിവൈൻ പൊട്ടൻഷ്യൽ ആണ് തന്നിട്ടുള്ളത്. പിന്നെ നിങ്ങൾ ഇതൊക്കെ എവിടെ കൊണ്ടുപോയാ കളഞ്ഞത് നമ്മളോട് ചോദിക്കൂലേ? ചോദിക്കണ്ടേ, കണക്ക് ചോദിക്കണ്ടേ? കാരണം അത്രയും പൊട്ടൻഷ്യൽ നമുക്കകത്ത് തന്നിട്ട് നമ്മൾ ഈ ലൈഫ് വെറും വേസ്റ്റ് ആക്കി കളഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും നമ്മളോട് ചോദിക്കണല്ലോ. കാരണം അത്രയും പൊട്ടൻഷ്യൽ തന്നിട്ട് നമ്മൾ അത് മൈൻഡ് ആക്കാണ്ടിരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളോട് ചോദിക്കണം. അപ്പൊ പലപ്പോഴും ഈ കുറച്ച് പ്രായം ചെന്നാണ്ട് എത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഹാർട്ടിന് അസുഖം അല്ലെ, കിഡ്നിക്ക് അസുഖം ഉള്ള, ഷുഗർ, പ്രഷർ, ഇത് പറഞ്ഞിട്ട് ഈ അസുഖങ്ങളൊക്കെ ആയിട്ട് മാറുന്നത് എന്താ? നമ്മുടെ ഉള്ളിൽ കെട്ടിക്കിടക്കുന്ന എനർജിയാണ്, അല്ലെങ്കിൽ ഈ നെഗറ്റീവ് ആയിട്ട് എനർജി കാര്യങ്ങളാണ് നമുക്കകത്ത് കിടന്ന് വർക്ക് ചെയ്ത് അതാണ് പിന്നെ അല്ലെ ഉള്ളിൽ കെട്ടിക്കിടന്നാണ് നമുക്ക് പല അസുഖങ്ങളായിട്ട് മാറുന്നത്. നമ്മുടെ ചിന്തകളാണ് നമ്മളെ ഈ അസുഖങ്ങളായിട്ടും എല്ലാം ആയിട്ട് മാറുന്നത്. ലൈഫിലുള്ള പ്രശ്നങ്ങളും എന്തും എല്ലാം മാറുന്നത് ചിന്തകളും കാര്യങ്ങളും. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മളെ എനർജി നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ലെ, നമുക്കകത്തുള്ള ആ ഒരു പൊട്ടൻഷ്യൽ നമ്മൾ യൂസ് ചെയ്യുന്നത് നമുക്ക് ചിന്തിക്കാൻ വേണ്ടിയിട്ടാണ്. ആ ചിന്തകൾക്ക് നമ്മൾ 2 ടൈപ്പ് ഓഫ് ചിന്തകളുണ്ട്. കൺസ്ട്രക്റ്റീവ് തോട്ട്സ് ഉണ്ട്, ഡിസ്ട്രക്റ്റീവ് തോട്ട്സ് ഉണ്ട്. നമ്മളെ അല്ലെ ജീവിതത്തിൽ ഉയർത്താൻ വേണ്ടിയിട്ടുള്ള തോട്ട്സ് ഉണ്ട്, അതേപോലെ തന്നെ താഴ്ത്തി തരിപ്പണാക്കി അങ്ങ് കുഴിച്ചു മൂടാനുള്ള തോട്ട്സും നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ അത് ഏതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യണം എന്നുള്ളത് നമ്മളാണ് തീരുമാനിക്കേണ്ടത്. അപ്പൊ നമ്മുടെ ഉള്ള പൊട്ടൻഷ്യൽ എന്താ, നല്ല ചിന്തകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ട് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്യാൻ പറ്റും ആ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ മാക്സിമം ചെയ്യാം. ഫുൾ പൊട്ടൻഷ്യൽ എടുത്ത് ചെയ്യാം. മനസ്സിലാക്കാൻ നമ്മുടെ ഉള്ള പൊട്ടൻഷ്യൽ എന്താണ്? ഡിവൈൻ പൊട്ടൻഷ്യൽ ആണ്. നമ്മളെല്ലാം ഒന്നും ചെയ്യുന്നത് അല്ലെ. എന്തുകൊണ്ടാണ് അഹങ്കാരം വന്നു പോകുന്നത്? നമ്മൾ എന്തൊക്കെയോ ചെയ്തു എന്നുള്ള ഫീല് വരുമ്പോഴാണ് നമുക്ക് അഹങ്കാരം വരുന്നത്. ഇത് നമ്മളല്ല ചെയ്യുന്നത്, നമ്മളിലൂടെ അല്ലെ, നമ്മളെ ക്രിയേറ്റർ ആണ് ചെയ്യുന്നത് എന്ന ഫീലില് നമ്മൾ ഇരുന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് എന്ത് വരില്ല, അഹങ്കാരം ഫീൽ ചെയ്യില്ല. അഹങ്കാരം വരില്ല അപ്പോഴാണ് നമ്മൾ എന്തൊക്കെ ആണെന്നുള്ള ചിന്ത വരുമ്പോൾ. നമ്മളല്ല, നമ്മൾ വെറും മൺകൂട് മാത്രം. ആ മൺകൂടിനുള്ളിലുള്ള ഈ എനർജിയാണ് നമ്മളെ കൈ ചലിപ്പിക്കുന്നത്, കാല് ചലിപ്പിക്കുന്നത്, ഈ ശബ്ദം ഉണ്ടാക്കുന്നത്, ഈ കണ്ണ് തുറപ്പിക്കുന്നതും അല്ലെ, എല്ലാം ആ മൺകൂടിനകത്തുള്ള ആ ഒരു എനർജിയാണ്. അപ്പൊ ഈ എനർജീനെ എന്താക്കണം?
നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യണം. യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളോട് കണക്ക് ചോദിക്കും. എന്തായാലും ചോദിക്കണമല്ലോ. കാരണം അത്രത്തോളം പവർഫുൾ ആയിട്ടുള്ള ഒരു കാര്യം നമുക്ക് തന്നിട്ട് ഇവിടെ വെച്ചിട്ട് നമ്മൾ ഇതൊന്നുമില്ല, നമുക്കൊരു കഴിവുമില്ല, നമ്മളൊന്നിനും പറ്റൂല, നമ്മള് എന്താണ് വെറുതെ ജീവിച്ചു പോവാണ്, അല്ലെങ്കിൽ നമുക്ക് ഫുള്ള് പ്രശ്നമാണ്, പ്രതിസന്ധിയാണെന്നും പറഞ്ഞിരിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്താവൂല, ഒന്നും നടക്കൂല. അപ്പൊ ഈ ലോ ഓഫ് അട്രാക്ഷൻ കാര്യങ്ങൾ നമ്മൾ പറയലുണ്ട്. മൈൻഡിന്റെ പ്രവർത്തനം എന്ന് പറയുന്നത് ലോ ഓഫ് അട്രാക്ഷൻ ബേസ് ചെയ്തിട്ടാണ്. ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ആകർഷണ നിയമം. മനസ്സിൽ എന്താണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ആ സിറ്റുവേഷൻസ് നമ്മൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. നമ്മൾ നല്ലത് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നല്ല നല്ല കാര്യങ്ങൾ നമ്മൾ ചുറ്റും സംഭവിച്ചുകൊണ്ടിരിക്കും. എപ്പോഴും പ്രശ്നങ്ങളെ പ്രതിസന്ധികളെ കുറിച്ചാണോ നമ്മൾ ആലോചിക്കുന്നത്, എന്നാൽ പ്രശ്നങ്ങളും പ്രതിസന്ധികളും മാത്രമേ ഉണ്ടായിക്കൊണ്ടേയിരിക്കുള്ളൂ. കാരണം നമ്മൾക്കുള്ളിലുള്ള എനർജീനെയാണ് നമ്മൾ പിന്നെ വീണ്ടും പുറത്തുനിന്ന് അട്രാക്ട് ചെയ്ത് കൊണ്ടുവരുന്നത്. അപ്പോ എന്ത് ലൈഫിൽ സംഭവിക്കണം എന്നുള്ളതിന്റെ താൻ പാതി ദൈവം പാതി നമ്മൾ പറയലുണ്ട്. ആ താൻ പാതി പഠിച്ചവൻ പാതി നമുക്ക് തന്നിട്ടുണ്ട്, ബാക്കി പാതി നമ്മളെ അടുത്താണ്. അത് നമ്മളാണ് യൂസ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യേണ്ടത്. അപ്പോ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ നമ്മളെ ദൈവം നമുക്ക് ചെയ്തു തരാന്ന് പറയല്. അപ്പൊ മാക്സിമം നമ്മളെ പൊട്ടൻഷ്യൽ എന്തൊക്കെ കഴിവുകൾ ഉണ്ട് ആ കഴിവുകൾ നമ്മൾ ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ ചെയ്യും. ഇപ്പൊ ഈ ലോ ഓഫ് അട്രാക്ഷനും കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മീൻസ് മൈൻഡ് പവർ ടൂൾസ് ഉണ്ട് ഒരുപാട് എടുത്ത്, വിഷ്വലൈസേഷൻ ആവട്ടെ, അഫർമേഷൻ ആവട്ടെ, മൈൻഡ് റീപ്രോഗ്രാമിംഗ് ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട്, ഈ ലോ ഓഫ് അട്രാക്ഷൻ ടൂൾസ് ഒക്കെ യൂസ് ചെയ്തിട്ട് എന്തും നേടിയെടുക്കാന്ന് പറയുന്ന സമയത്ത് നമുക്ക് എന്തും നേടിയെടുക്കാനുള്ള പവർ നമുക്ക് തന്നിട്ടുണ്ട്, അത്രത്തോളം പൊട്ടൻഷ്യൽ തന്നിട്ടുണ്ട്. പക്ഷെ ആ എന്തും നേടിയെടുക്കാന്ന് പറയുമ്പോ ആ എന്തും നേടിയെടുക്കണമെങ്കിൽ നമ്മളെ തന്നിട്ടുള്ള എനർജി എന്ത് വേണം, നല്ല രീതിയിൽ യൂസ് ചെയ്യണം. മീൻസ് അത് നല്ല രീതിയിൽ യൂസ് ചെയ്യുമ്പോ വേണ്ടാത്ത എനർജി ഉള്ളിൽ കെട്ടിക്കിടന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഒരുപാട് എനർജി നമ്മൾ ഉള്ളിൽ കെട്ടിക്കിടന്നിട്ടുണ്ടെങ്കിൽ ലാസ്റ്റ് പൊട്ടിത്തെറിക്കും. അപ്പൊ ആ പൊട്ടിത്തെറിക്ക് ഇട വരാതെ ഉള്ള എനർജി അത് നല്ല രീതിയിൽ നമ്മൾ യൂസ് ചെയ്യാൻ പഠിക്കണം. അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്താണ് നമുക്ക് എന്തും നേടിയെടുക്കാൻ പറ്റുക. മീൻസ് എന്ത് കാര്യം ആ എനർജി നമുക്ക് പ്രൊഡക്റ്റീവായിട്ട് ഇന്ന് ചെയ്യണ്ട നാളെ ചെയ്യാം. അപ്പൊ ഇന്നത്തെ എനർജി എന്തായി, അത് അവിടെ കിടക്കുക. ഇന്ന് ചെയ്യാനുള്ള കാര്യം ഇന്ന് തന്നെ ചെയ്യണം, ഈ മൊമെന്റിൽ ചെയ്യാനുള്ള കാര്യം ഈ മൊമെന്റിൽ തന്നെ ചെയ്യണം. അങ്ങനെ ആവുമ്പോ മാത്രമേ നമുക്ക് അത് നാളെ ചെയ്യാം, അല്ലെങ്കിൽ മറ്റന്നാൾ ചെയ്യാം, അത് പിന്നെ ചെയ്യാം. നമ്മൾ എനർജി ഇങ്ങനെ എന്താണ് സ്റ്റോർ ചെയ്ത് വെച്ച് ലാസ്റ്റ് പിന്നെ എനിക്ക് എന്തോ അറിയില്ല, എന്തോ ഒരു സ്റ്റക്നെസ് ആണ്, എന്തോ ലൈഫിൽ ഭയങ്കര പ്രശ്നമാണ്, ഒന്നിനൊരു ഇതില്ല, ഉഷാറില്ല, ഇതില്ല. ആക്ച്വലി എന്താ അവിടെ സംഭവിക്കുന്നത്, ഓവർ എനർജി കൂടിയിട്ട് ഓവറായിട്ട് ഓവർ വോൾട്ടേജ് ആയിട്ടുണ്ടെങ്കിലും ഇതെന്തായിട്ട് പോകും, അടിച്ചു പോകും ബൾബും ഫാനൊക്കെ. അതേപോലെ തന്നെ ഓവറായിട്ട് സംഭവം ലാസ്റ്റ് എന്തായിട്ട് മാറും, ലൈഫ് മൊത്തത്തിൽ സ്റ്റക്കായി പോകും. അപ്പൊ നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം, നമുക്കുള്ള പൊട്ടൻഷ്യല് നമ്മൾ മാക്സിമം നല്ല രീതിയിൽ ഉപയോഗിക്കാം. അത് ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി, നമ്മളെ പൊട്ടൻഷ്യൽ നമ്മളെല്ലാവരും ഡിവൈൻ പൊട്ടൻഷ്യലാണ്. നമ്മളെല്ലാം ഒന്നും ചെയ്യുന്നത് നമ്മളിലൂടെ നമ്മുടെ ക്രിയേറ്റർ ആണ് ചെയ്യുന്നത്. നമ്മൾ എന്തൊക്കെയോ ചെയ്യാൻ ആലോചിക്കുമ്പോൾ നമുക്ക് ഈ എക്സാം ഒക്കെ നേടിയെടുക്കണ്ട, അല്ലെങ്കിൽ നമുക്ക് ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കണ്ട, ഇത്രയും പൈസ ഒക്കെ എങ്ങനെ ഉണ്ടാക്കുക, അല്ലെങ്കിൽ ഇന്ന സാധനമൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നമ്മളെ നമ്മൾ ഈ കാൽ കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ മാക്സിമം ചെയ്യാം. അവിടെ നമ്മൾ നോ കോംപ്രമൈസ്. ഇന്ന് ചെയ്യാം, നാളെ ചെയ്യാം, അല്ലെങ്കിൽ പിന്നെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം. നമുക്ക് പലപ്പോഴും ഒരു ബിസിനസ് തുടങ്ങണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടാവും. പക്ഷെ എന്തൊക്കെയോ പേടിയേക്കും, ഇനിയിപ്പൊ അഥവാ അത് പൊട്ടിപ്പോയാൽ എന്തായിരിക്കും അവസ്ഥ, പൊട്ടിപ്പോയാൽ അടുത്തത് തുടങ്ങാനുള്ള പവർ നമുക്ക് ഉള്ളിൽ തന്നിട്ടുണ്ട്. അത് എന്താണ്, ആ ധൈര്യത്തോട് കൂടിയിട്ട് നമ്മൾ ഇറങ്ങാൻ പഠിക്കണം എന്ത് കാര്യത്തിലേക്കാണെങ്കിലും. അത് ഏത് കാര്യത്തിലേക്കാണെങ്കിലും. ഇത് നമ്മളെല്ലാം കൂട്ടി വെച്ച് ലാസ്റ്റ് അത് എന്തായിട്ട് മാറും, പല ലൈഫിൽ ഇങ്ങനെ ഓരോ സ്റ്റക്നെസ് ഇങ്ങനെ അനുഭവിക്കുന്ന സമയത്ത് എനിക്കറിയാം എന്തോ ഒരു പ്രശ്നമുണ്ട്, എന്താണെന്ന് അറിയില്ല, എന്തോ ഒരു പ്രശ്നം വേറെ ഒന്നുമല്ല, നമുക്ക് അകത്തുള്ള എനർജി മര്യാദക്ക് യൂസ് ചെയ്യുന്നത് അതവിടെ കെട്ടിക്കിടന്നിട്ടുള്ള പ്രശ്നം. അപ്പോ വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, വെള്ളപ്പൊക്കം എന്ന് പറയുമ്പോ വെള്ളപ്പൊക്കം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ വെള്ളം ഒഴുകുന്നത് എങ്ങനെയായിരിക്കും, അങ്ങനെ പ്രത്യേകിച്ചൊരു ഫ്ലോയോ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചിന്തിച്ചിതറി ഏതെങ്കിലും വൈക്കൽ കൂടിയൊക്കെ അങ്ങനെ കുത്തിയൊലിച്ച് പോകുന്നുണ്ടാവും. അതുപോലെ ആയിരിക്കും ലൈഫ്. നമ്മളെ ലൈഫ് ഇങ്ങനെ ഒഴുകുന്ന പുഴ പോലെ ആവണം എന്നുണ്ടെങ്കിൽ ഈ എനർജീനെ ഇങ്ങനെ ഒഴുകാൻ വേണ്ടിയിട്ട് അനുവദിക്കണം. ഉള്ള എനർജീനെ ഡെയിലി അതിനെ എക്സസൈസ് ചെയ്യണം അൺവാണ്ടഡ് ആയിട്ടുള്ള നമുക്കുള്ള എനർജീസും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ റിലീസ് ചെയ്യണം. നമ്മളെ ഉള്ളിൽ കിടക്കാൻ സമ്മതിക്കരുത്. അതേപോലെ നമുക്ക് മറ്റുള്ളവരുടെ എനർജി ഉണ്ടാവും നമ്മളെ അകത്ത്, മറ്റുള്ളവരോടുള്ള ദേഷ്യം, മറ്റുള്ളവരുള്ള വാശി, വെറുപ്പ് സാധനങ്ങളൊക്കെ
ഒക്കെ ഉണ്ടാവും കൂട്ടിങ്ങനെ എനർജി. ഓൾറെഡി നമുക്ക് അകത്ത് ഒരുപാട് പൊട്ടൻഷ്യൽ ഉണ്ട്, അതിന്റെ കൂടെ ബാക്കിയുള്ളവരുടെ എനർജിയും കൂടി നമ്മൾ അകത്ത് സൂക്ഷിച്ചിട്ടുണ്ടാവും. ഇതും കൂടി എന്താവും, എല്ലാം കൂടി ചേർന്നിട്ട് മൊത്തത്തിൽ കട്ടപ്പുകയാവും, മീൻസ് ഉള്ളിൽ മൊത്തം. അപ്പോ ഈ ബാക്കിയുള്ളവരുടെ എനർജി റിലീസ് ചെയ്യാൻ പഠിക്കണം. ഉള്ളിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജീസ്, മറ്റുള്ളവരുടെ എനർജീസ് എന്തെങ്കിലും ഉണ്ടാവും അല്ലെ, ദേഷ്യം, വെറുപ്പ്, നെഗറ്റീവ് ആയിട്ടുള്ള എനർജീസ് എന്താ ഉള്ളിലുള്ളത് അതൊക്കെ കംപ്ലീറ്റ് റിലീസ് ചെയ്യാൻ നമ്മൾ പഠിക്കണം. അതാണ് നമ്മൾ മൈൻഡ് റീപ്രോഗ്രാമിംഗ്, ഉള്ളിലുള്ള ഇമ്പ്യൂരിറ്റീസ് ക്ലെൻസ് ചെയ്യാന്ന് പറയുന്നത്. ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുമ്പോൾ അൺവാണ്ടഡ് ആയിട്ടുള്ള ഓവർ ആയിട്ട് കെട്ടിക്കിടക്കുന്ന എനർജീനെ നല്ല രീതിയിൽ എന്ത് ചെയ്യും, അതൊക്കെ ഇളക്കി മറിച്ച് നമ്മൾ നല്ല രീതിയിൽ ഫ്ലോ ചെയ്യാൻ വേണ്ടി അനുവദിക്കുന്ന പ്രോസസ്സാണ് ഈ മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. അവിടെ കംപ്ലീറ്റ് നമ്മൾ എനർജി ക്ലെൻസിങ് ആണ്. കംപ്ലീറ്റ് നമ്മൾ മെഡിറ്റേഷൻ ആവട്ടെ, ജേർണലിംഗ് പ്രാക്ടീസസ് ആവട്ടെ, നമ്മുടെ മൈൻഡ് പവർ ടൂൾസ് ഒക്കെ കംപ്ലീറ്റ്ലി എന്ന് പറയുന്നത് കംപ്ലീറ്റ് നമ്മൾ എനർജി പിന്നെ എന്ത് ചെയ്യണം, റീവയർ ചെയ്ത് എനർജീനെ കെട്ടിക്കിടക്കുന്ന എനർജി ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഒന്ന് ഇളക്കി മാറ്റി ആ നല്ല എനർജീനെ നല്ല രീതിയിൽ ഫ്ലോ ചെയ്യാൻ വേണ്ടി അനുവദിക്കാം. അപ്പൊ എവിടെയൊക്കെ കെട്ടിക്കിടക്കുന്നുണ്ടോ ആ കെട്ടിക്കിടക്കുന്ന ഭാഗമൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് അവിടെയൊക്കെ ഒന്ന് ചാലൊക്കെ കീറി കൊടുത്ത് ആ എനർജീനെ ഫ്ലോ ചെയ്യാൻ വേണ്ടി നമ്മൾ അനുവദിക്കുന്ന പ്രോസസ്സാണ് മൈൻഡ് റീപ്രോഗ്രാമിംഗ്. അപ്പൊ മൈൻഡ് റീപ്രോഗ്രാമിങ്ങിലൂടെ നമുക്ക് അകത്തുള്ള എനർജീനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ ഉള്ളിൽ കിടക്കുന്ന എനർജീനെ നല്ല രീതിയിൽ ഫ്ലോ ചെയ്യാൻ വേണ്ടി നമ്മൾ അനുവദിച്ചു കൊടുക്കണം. നമ്മളെ ഉള്ളിലുള്ള അത്രയും പൊട്ടൻഷ്യൽ നമുക്ക് അകത്തുണ്ട്. ആ പൊട്ടൻഷ്യൽ നമുക്ക് അല്ലെ നമ്മുടെ ലൈഫിൽ വേണ്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുക. അതുകൊണ്ടാണ് ഈ ലോ മൈൻഡ് റീപ്രോഗ്രാമിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമ്മൾ ഈ ലോ ഓഫ് അട്രാക്ഷൻ ടൂൾസും കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് അവർക്ക് പെട്ടെന്ന് റിസൾട്ട് കിട്ടും. എന്താണോ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെ പെട്ടെന്ന് നേടിയെടുക്കാൻ പറ്റും. വിഷ്വലൈസേഷൻ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ നേടിയെടുക്കുന്നു. നമ്മളെ മൈൻഡ്, കാരണം നമ്മളെ എനർജി അത്രയും പ്യുവർ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ എനർജീനെ നമുക്ക് ആവശ്യമായ കാര്യത്തിലേക്ക് ഫ്ലോ ചെയ്യാം. നമ്മളെ ഫ്യൂച്ചർ, നമ്മളെപ്പോഴും എന്താ പണ്ട് നടന്ന അല്ലെ ഒരു കുറ്റം പറഞ്ഞത്, മറ്റുള്ളവരുടെ കുറ്റങ്ങള്, മറ്റുള്ളവരുടെ കുറവുകള്, പണ്ട് ഇവരിങ്ങനെ പറഞ്ഞത് ഓര് അങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞ അതൊക്കെ ആലോചിച്ച് നടക്കുക അല്ലെ. ഇന്ന പ്രശ്നമാണ്, അങ്ങനെ ഇവിടെ പ്രശ്നമാണ്, ഓരങ്ങനെ ഇവരിങ്ങനെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നടക്കുകയാണ്. ആക്ച്വലി നമുക്ക് ലൈഫിൽ നേടിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അങ്ങോട്ട് ഫോക്കസ് ചെയ്യാം. എന്താണോ നേടിയെടുക്കേണ്ടത് അതിലേക്ക് ഫോക്കസ് ചെയ്താ അല്ലെ നമ്മളെ അകത്തേക്ക് നോക്കുക. അവിടെ എന്തൊക്കെ ക്ലിയർ ആക്കാണ്ട് ബാക്കിയുള്ളവരെ നന്നാക്കാൻ നടക്കുകയാണ് നമ്മളെ ഓരോരുത്തരും. അപ്പൊ അതിന് പുറമെ നമ്മൾക്കുള്ളിൽ എന്തൊക്കെയാ ഉള്ളത് അല്ലെ, എന്തൊക്കെ കുറ്റങ്ങളുണ്ട്, കുറവുകളുണ്ട്, അത് ആദ്യം നികത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് നമുക്കുള്ളിലുള്ള ആ എനർജീനെ നല്ല പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രമിക്കാം. അപ്പൊ ആ എനർജീനെ എന്ത് ചെയ്യാം, നമുക്ക് ഫ്യൂച്ചറിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നേടിയെടുക്കേണ്ടത്. അപ്പൊ ആ കെട്ടിക്കിടക്കുന്ന എനർജി നമ്മളിങ്ങനെ ഫ്ലോ ചെയ്യാൻ അനുവദിക്കുന്ന സമയത്ത് നമുക്ക് ലൈഫിൽ എന്തൊക്കെ വേണം, ആ വേണ്ട കാര്യങ്ങളിലേക്ക് ഇങ്ങനെ എനർജി ഇങ്ങനെ ഫ്ലോ ചെയ്തുകൊണ്ടിരിക്കുക, എനർജി ഇങ്ങനെ ഒഴുക്കിക്കൊണ്ടേയിരിക്കുക. അപ്പൊ നമ്മളെ ചിന്തകളെ എന്താണോ നിങ്ങൾ ചിന്തിക്കുന്നത് അതായിട്ട് മാറുന്നു പറയുമ്പോൾ നമ്മളെ എനർജീനെ നമുക്ക് ആവശ്യമുള്ള കാര്യത്തിലേക്ക് മാത്രം ഫോക്കസ് കൊടുക്കാം. നമുക്ക് വിജയമാണോ വേണ്ടത്, ബിസിനസ്സിൽ വിജയമാണോ വേണ്ടത്, ബിസിനസിന്റെ വിജയം നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക, പരാജയമല്ല അല്ലെ. ഇങ്ങനെ എങ്ങാനും ആയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും, എനിക്കിപ്പോ ഇന്ന ബിസിനസ് നടന്നിട്ടില്ലെങ്കിൽ എന്തായിരിക്കും, അല്ലെങ്കിൽ ഇന്നത് പൊട്ടിയിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, അതിന് പുറമെ ഇന്നത് വിജയിച്ചാൽ എന്താവും, ആ വിജയത്തിലേക്ക് നമ്മളെ ഫോക്കസ് കൊടുക്കുക, ചിന്ത കൊടുക്കുക, എനർജി ഫ്ലോ ചെയ്യാൻ അനുവദിക്കുക. ചിന്തകളിലൂടെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് നമ്മളെ എനർജി കാര്യങ്ങൾ ഒഴുക്കി വിടുക. ദെൻ എന്ത് ചെയ്യാം, ആവശ്യമുള്ള കാര്യങ്ങളിലേക്ക് എനർജി ഒഴുക്കി വിട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളെ ലൈഫ് ഇങ്ങനെ ഫ്ലോയില് പോകുന്നതായിട്ട് കാണാൻ പറ്റും. പിന്നെ ഫുള്ള് ഒഴുക്കാം, എന്തൊക്കെയോ നടക്കുന്നുണ്ട്, എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ട്. നമ്മൾ പറയും നമ്മളൊന്നും അറിയുന്നില്ല, പക്ഷെ എന്തൊക്കെയോ ലൈഫിൽ ഇപ്പൊ ഒരുപാട് മിറാക്കിളസ് ആയിട്ട് സംഭവിക്കുന്നുണ്ട്, ഒരുപാട് മാജിക്കൽ എക്സ്പീരിയൻസ് സംഭവിക്കുന്നുണ്ട്. നമ്മളൊന്നും അറിയുന്നില്ല, ഒരു ലൈഫ് ഒരു ഫ്ലോയിൽ അങ്ങനെ പോകുന്നുണ്ട്, നമ്മൾ അറിയുന്ന പോലില്ല. നമ്മളിങ്ങനെ ഒഴുകി പോകുന്ന പോലെ ഒരു ഫീൽ ആയിരിക്കുന്നു. കാരണം ആ എനർജീനെ ഫ്ലോ ചെയ്യാൻ അനുവദിച്ചാൽ മതി. അതിങ്ങനെ കെട്ടി നിർത്തിയിട്ടുള്ള പ്രശ്നമാണ് നമുക്ക് ഓരോരുത്തർക്കും ഉള്ളത്. അപ്പൊ അത് ആരായിക്കോട്ടെ അല്ലെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, വീട്ടമ്മമാരായിക്കോട്ടെ, നിങ്ങൾ എന്ത് ജോലി ചെയ്യുന്ന ആളുകളായിക്കോട്ടെ, നിങ്ങൾക്ക് അകത്ത് എന്തൊക്കെ പൊട്ടൻഷ്യൽ ഉണ്ടോ അതൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാം. നമുക്ക് ഇപ്പൊ പ്രത്യേകിച്ച് വീട്ടമ്മമാരായിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ കണ്ടിട്ടുണ്ടാവും, വീട്ടമ്മമാരായിട്ടുള്ള ആളുകളാണ് ഇപ്പൊ കൂടുതലായിട്ടും നല്ല വുമൺ എന്റർപ്രണേഴ്സ് വരുന്നത്, നല്ല ലെവലിലേക്ക് കുതിച്ചുയരുന്നത് കാണാൻ പറ്റും. ആക്ച്വലി ഉള്ളിൽ ഈ പൊട്ടൻഷ്യൽ എല്ലാം കൂടി, എനർജി എല്ലാം കൂടി ഏറ്റി വെച്ച് അവര് തുടങ്ങലെപ്പോഴേ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ കുഴി ചാടി നിൽക്കുമ്പോഴേ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തുടങ്ങുള്ളൂ. അപ്പോ ആ സംഭവം അത് കെട്ടി നിർത്തി ആകെ പൊട്ടിത്തെറിച്ച് എന്തെങ്കിലും ഒരു പ്രശ്നം വരും, അല്ലെങ്കിൽ പൊട്ടിത്തെറിച്ച് എന്തെങ്കിലും ഒരു അവസ്ഥയിലേക്ക് പോകുന്ന സമയത്താണ് പിന്നെ അവര് ഇനിയിപ്പോ ഇങ്ങനെ ഒന്നും ആയാൽ പറ്റില്ല, എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഏൺ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് ഓരോന്ന് തുടങ്ങും. അപ്പൊ നല്ല രീതിയിൽ എന്ത് ചെയ്യും, കുതിച്ചു പോകും. ആക്ച്വലി അവരുടെ എനർജീനെ ഫ്ലോ ചെയ്യാൻ അനുവദിക്കണോണ്ടാ. അത് നമ്മളെ സ്റ്റഡീസിലാവട്ടെ
അല്ലെ? നമ്മൾ പഠിക്കാതെ നമ്മളിങ്ങനെ എന്താണ് നമ്മളെ എനർജീനെ അങ്ങനെ എടുത്തു കൊണ്ടുവെക്കുന്നുണ്ടോ? നമ്മള് അല്ലെ നമ്മളെ ശരീരം ഒന്നും അളക്കാതെ നമ്മളെ എനർജീനെ അങ്ങനെ കൊണ്ടെടുത്ത് വെക്കുന്നുണ്ടോ? ഇതൊക്കെ നമുക്ക് പ്രശ്നമായിട്ട് മാറും. അത് ആരോഗ്യ പ്രശ്നങ്ങളായിട്ട് മാറാം, അല്ലെ? സാമ്പത്തിക പ്രശ്നങ്ങളായിട്ട് മാറാം, അല്ലെ? നമുക്ക് മണി എന്ന് പറയുന്നത് ഒരു എനർജിയാണ്. ആ എനർജീനെ നമുക്ക് പല വിധത്തിൽ സ്റ്റോർ ചെയ്യാം. മണി എനർജീനെ നമ്മുടെ അടുത്ത് കുറേ പൈസ ഉണ്ട്, നമുക്ക് എന്താ ചെയ്യാം? സ്ഥലം വാങ്ങി വെക്കാം, അല്ലെ? നമുക്ക് ഓരോ മെറ്റീരിയൽ തിങ്സ് അല്ലെ, കുറെ കാറ് വാങ്ങാം, അങ്ങനെ കുറെ ഇത് വാങ്ങാം, കുറെ യാത്രകൾ നടത്താം, അല്ലെ? അങ്ങനെ ആ എനർജീനെ നമ്മളിങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയാണ്. നമുക്ക് ഇനിയിപ്പോ പുതിയ കുറെ ബിസിനസ് തുടങ്ങാം, ഇതൊക്കെ ഓരോ രീതി. അതേപോലെ തന്നെ നമുക്കകത്തുള്ള നമ്മുടെ എനർജീനെ, അല്ലെ, അത് ചിന്തകളിലൂടെ നല്ല ചിന്തകൾക്ക് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതിനെ നല്ല പ്രൊഡക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുക. അതിനെ നല്ല രീതിയിൽ ഫ്ലോ ചെയ്യാൻ അനുവദിക്കുക. ആ ഫ്ലോ ചെയ്യാൻ എവിടൊക്കെ നമ്മളിങ്ങനെ എന്താക്കിയിട്ടുണ്ട്, ഇങ്ങനെ പിന്നെന്താണ് ബൗണ്ടറീസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എവിടെയൊക്കെ നമ്മൾ ബ്ലോക്ക് ആക്കി വെച്ചിട്ടുണ്ട്, അങ്ങ് ആ ബ്ലോക്ക് ഒക്കെ അങ്ങ് നീക്കി കൊടുക്കാം. ആ നീക്കി കൊടുക്കുന്ന പ്രോസസ് ആ മൈൻഡ് റീപ്രോഗ്രാമിംഗ് എന്ന് പറയുന്നത്. ആ ബ്ലോക്ക് ഒക്കെ നീക്കുമ്പോൾ നമുക്ക് അകത്തുള്ള എനർജി ഇങ്ങനെ ഫ്ലോ ചെയ്യാൻ തുടങ്ങും. അത് നല്ല രീതിയിൽ ഫ്ലോ ചെയ്യുമ്പോൾ ലൈഫും ഭയങ്കര സിമ്പിൾ ആയിട്ട് ഫീൽ ചെയ്യാം. അതുവരെ ലൈഫ് എന്തൊക്കെയോ ആണ്, അല്ലെ? നമ്മൾ ഇത്രയും ഉണ്ടാവും, നമ്മളെ ലൈഫ് ഇത്രയും ഉണ്ടാവും, എന്നിട്ട് ലൈഫ് എന്തൊക്കെയോ ആണെന്ന് വിചാരിക്കും. ആ ലൈഫിന്റെ നമ്മളെ വലുതാക്കിയിട്ട് നമുക്ക് നേടിയെടുക്കേണ്ട കാര്യങ്ങളെ കുഞ്ഞതാക്കുമ്പോഴേ നമുക്ക് ആ കാര്യം നേടിയെടുക്കാൻ പറ്റുള്ളൂ, അല്ലെ? ഇതൊക്കെ എന്ത് ഒരു ബെൻസ് കാർ സിമ്പിൾ, അതൊക്കെ ഒരു ദിവസം കൊണ്ട് 2 ദിവസം കൊണ്ട് നേടിയെടുക്കാന്നൊന്നും പറയില്ല കേട്ടാ. അത് നല്ല രീതിയിൽ ആദ്യം യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം. ഒന്നും ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ വിജയം നേടിയെടുക്കാൻ പറ്റില്ല. പക്ഷെ ഇന്നുള്ള എനർജി ഇന്ന് തന്നെ യൂസ് ചെയ്യണം. നാളെയുള്ള എനർജി ഓരോ സമയത്തിന് നമ്മൾ കണക്ക് പറയേണ്ടി വരും എന്ന് പറയണത് അതുകൊണ്ടാണ്. ഇപ്പത്തെ നമ്മൾ എനർജി ഇപ്പൊ നമ്മൾ യൂസ് ചെയ്യണം. അതില്ലാന്നുണ്ടെങ്കിൽ അല്ലെ ഓരോ നിമിഷവും നമുക്ക് അത്രയും ബ്ലസ്ഡ് ആ നമ്മൾ പറയാറുണ്ട്. നമുക്ക് ഈച്ച് ആൻഡ് എവറി മൊമെന്റ് നമുക്ക് അത്രയും ബ്ലസ്ഡ് ആണ്. നമുക്ക് ഓരോ നിമിഷം അല്ലെ ലൈഫിൽ നമുക്ക് കിട്ടുന്ന ഓരോ നിമിഷം അത്രയും ബ്ലസ്ഡ് ആണ്, നമുക്ക് അത്രയും അനുഗ്രഹം നിറഞ്ഞതാണ് നമ്മൾ പറയാനുള്ള കാരണം എന്തുകൊണ്ടാ? അത്രത്തോളം എനർജിയാണ് നമുക്കുള്ളിൽ ഉള്ളത് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. അത് എന്ത് ചെയ്യാം? മാക്സിമം ഉപയോഗിക്കുക, അല്ലെ? നമ്മളെ പൊട്ടൻഷ്യല് വെറും നമ്മളെ വീട്ടിലുള്ള ചോറും കറി ഉണ്ടാക്കാൻ മാത്രല്ല, അതിനേക്കാൾ അപ്പുറത്തേക്ക് ഉണ്ട്. അതൊക്കെ എന്ത് ചെയ്യാം? കണ്ടെത്താം. നമ്മുടെ കഴിവുകൾ കാര്യങ്ങൾ കണ്ടെത്തിയിട്ട് അതില് നല്ല വിജയം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യാം. അതിനു വേണ്ടിയിട്ടാണ് നമുക്ക് ഈ എനർജി കാര്യങ്ങൾ തന്നിട്ടുള്ളത്, വെറുതെ അല്ല. അപ്പോ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? കണക്ക് പറയേണ്ടി വരും. കാരണം അത്രത്തോളം പൊട്ടൻഷ്യൽ നമുക്ക് തന്നിട്ടുണ്ട്, അത്രത്തോളം കഴിവുകളും കാര്യങ്ങളും നമുക്ക് അകത്തുണ്ട്. ആ ഉള്ളത് യൂസ് ചെയ്തിട്ട് നമ്മൾ ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഇല്ലാത്ത കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ പുറത്തു വരാൻ തുടങ്ങും. അപ്പൊ ചിലപ്പോൾ ബിസിനസ് അറിഞ്ഞിട്ടൊന്നും ആവില്ല ബിസിനസ്സിക്ക് ഇറങ്ങാം, പക്ഷെ ഇറങ്ങി തുടങ്ങിയാൽ മതിയാവും. പിന്നെ ബിസിനസ് എന്തായിട്ട് മാറും? അതിൽ നിന്ന് നമ്മൾ പഠിക്കാൻ തുടങ്ങും. ആരും ബിസിനസ് ഒക്കെ പഠിച്ചിട്ടൊന്നും അല്ല ബിസിനസ് ചെയ്യുന്നത്, അത് ഇറങ്ങിയിട്ടാ പഠിക്കലാണ് ചെയ്യുന്നത്. അങ്ങനെ എന്ത് കാര്യം ആയിക്കോട്ടെ, അല്ലെ? ആദ്യമേ എല്ലാം പഠിച്ചിട്ട് ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നവരുണ്ടോ? എല്ലാം കംപ്ലീറ്റ് ആക്കിയിട്ട് ഇല്ല. അതിൽ ഫെയിലിയേഴ്സ് വരും. ഫെയിലിയേഴ്സ് വരുന്നത് എന്തിനാ? ലൈഫിൽ പ്രശ്നങ്ങൾ വരുന്നത് എന്തിനാ? നമുക്ക് ഒരുപാട് പാഠങ്ങൾ പഠിപ്പിച്ചു തരാണ്. ഇനി മുന്നോട്ടുള്ള ജീവിതത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ പഠിപ്പിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ലൈഫിൽ പ്രശ്നങ്ങൾ വരുന്നത്, പരീക്ഷണങ്ങൾ വരുന്നത്. അപ്പോ ആ പരീക്ഷണങ്ങളിലും തളരാതെ മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം നമുക്ക് അകത്തുണ്ട് എന്ന് മനസ്സിലാക്കുന്ന സമയത്ത് ആ മനസ്സിലാക്കിയ ആളുകൾ എന്ത് ചെയ്യും? അവിടുന്ന് എണീറ്റ് വീണ്ടും ഓടും, അല്ലെ? ഓടി തളർന്ന് വീണാലും വീണ്ടും എണീറ്റ് നിന്ന് ഓടും. ഇല്ല, എന്റെ അകത്തുണ്ട് ആ പൊട്ടൻഷ്യൽ, കാരണം ഞാനല്ലല്ലോ ഇത് ചെയ്യുന്നത്, ഇത് തന്നിട്ടുള്ള ആള് ആരാണോ അവനാണ് ഇത് ചെയ്യുന്നത്. കാരണം ആ ഒന്നിൽ നിന്നാണ് നമ്മൾ എവിടെ നിന്നാണോ വന്നത് ആ അവനിലേക്ക് തന്നെ പോവാനുള്ളതും, ആ പോവാനുള്ളത് അല്ലെ വന്നതും നമ്മൾ വരുന്നതും അല്ലെ പോണതും ഒരേ സ്ഥലത്തേക്കാണ്. അപ്പൊ നമ്മളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്നതും ആ ഒരു എനർജി കാര്യങ്ങളാണ് ഒഴുകിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മളല്ല എന്തൊക്കെയോ ചെയ്തു കൂട്ടുന്നതും അല്ലെ നമ്മളെ സൃഷ്ടിച്ചവൻ ആരാണോ അവൻ നമ്മളിലൂടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ അനുവദിച്ചു കൊടുക്കാം. ആ ചെയ്യാൻ വേണ്ടി നമ്മൾ അനുവദിച്ചു കൊടുക്കുക. നമ്മൾ ഇങ്ങനെ ചിന്തകൾ കൊണ്ട് ഇല്ല പറ്റൂല, നമ്മൾക്ക് ഇത് അല്ലെ അവിടെയാണ് താൻ പാതി ദൈവം പാതിന്റെ പ്രസക്തി. നമ്മൾക്ക് ആ പാതി തന്നിട്ടുള്ള നമ്മളെ പാതി നമ്മൾ ക്ലിയർ ആക്കി കൊടുക്കുക. അപ്പൊ ദൈവത്തിന്റെ ബാക്കി എന്ത് ചെയ്യും? നമ്മളെ ദൈവം ഫുള്ളാക്കിക്കോളും. നമ്മളെ പാതി നമ്മൾ ചെയ്താൽ മതി, ദൈവം നമ്മൾ ബാക്കി ഫുള്ളാക്കിക്കോളും. അപ്പൊ ആ രൂപത്തിൽ നമ്മളെ കഴിവുകളെ നമുക്ക് അകത്തുള്ള എനർജീനെ നമ്മൾ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. എന്തെങ്കിലുമൊക്കെ കിട്ടിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഓക്കെ, യെസ്. അപ്പൊ ഇത്രയാണ് ഇന്ന് പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങള്. നിങ്ങള് ഫീഡ്ബാക്ക് പറയേണ്ടവർക്ക് ഫീഡ്ബാക്ക് പറയാം, അല്ലെങ്കിൽ ലീവ് ചെയ്യാം. യെസ്.
ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം. താങ്ക് യു. യെസ്, ക്ലാസ് നല്ല ഇഷ്ടപ്പെട്ടു. താങ്ക് യു. ഞാന് കൊറേ ആയിട്ട് കേട്ടില്ല, പിന്നെ ഫ്രീ വൈബ്രറി ക്ലാസ് ആണ് പറഞ്ഞപ്പോള് അങ്ങനെ കേട്ടതാണ്. ഉള്ളിലുള്ള പൊട്ടൻഷ്യലൊക്കെ പുറത്തെടുത്ത് ഫുൾ എക്സ്ട്രാ ഓർഡിനറി ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. ഓക്കെ, എല്ലാരും ആവണ പോലെയല്ല, നമ്മൾ കുറച്ച് സ്പെഷ്യൽ ആവണം. ആ ഉള്ളിലുള്ള പൊട്ടൻഷ്യൽ കംപ്ലീറ്റ് പുറത്തെടുത്ത് അല്ലെ സൂപ്പർ പവർഫുൾ ആവാൻ വേണ്ടിട്ട് നോക്കാം. താങ്ക് യു. ഇനി ആർക്കെങ്കിലും? താങ്ക് യു. ഇനി എല്ലാ വീക്കിലും ക്ലാസ്സിൽ കയറാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. നമ്മളെ മുന്നേ ഉള്ള എല്ലാ വീഡിയോസും യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഒട്ടുമിക്ക വീഡിയോസും യൂട്യൂബിൽ അവൈലബിൾ ആണ്. അപ്പൊ അതിൽ പോയിട്ട് ഇരുന്നിട്ട് ഫ്രീ ആവുമ്പോ ഇരുന്ന് കാണാം. കണ്ടാൽ മാത്രം പോരാ, എന്തല്ല അത് മോട്ടിവേഷൻ ക്ലാസ് അല്ല, അത് ലൈഫിൽ അപ്ലൈ ചെയ്യാം. അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ, പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്തിട്ട് റിസൾട്ട് ഉണ്ടാക്കാം. ഓക്കെ, കേട്ട് പോയാൽ മാത്രം പോരാ. കേൾക്കുമ്പോ നല്ല എനർജിയാ, എല്ലാരും പറയും നല്ല എനർജിയാ. കേട്ട് കഴിഞ്ഞ അന്ന് നല്ല സൂപ്പർ സെറ്റാ. കേട്ടാ മാത്രം പോരാ, വർക്ക് ചെയ്യണം. അല്ലെ, മെഡിറ്റേഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ചെയ്യണം. ഇന്ന കാര്യം ചെയ്യണം എന്ന് പറയുമ്പോൾ ചെയ്യണം. അത് നമുക്ക് ചെയ്യാൻ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യണം. എന്നിട്ട് ആ എനർജീനെ നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കാം. മാക്സിമം പ്രൊഡക്റ്റീവായിട്ട് യൂസ് ചെയ്യാം. നമ്മൾ എന്തിനാണോ നമുക്ക് ഇവിടെ, നമ്മളെ പർപ്പസ് എന്താണോ ആ പർപ്പസ് നമുക്ക് കണ്ടെത്തി അല്ലെ, എല്ലാവർക്കും ആ എനർജി നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്ത് ലൈഫ് നല്ല പ്രൊഡക്റ്റീവ് ആക്കാൻ പറ്റട്ടെ എന്ന് എല്ലാവർക്കും ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലീവ് ചെയ്യാട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. ഇത്രയും സമയം എന്നെ കേട്ടിരുന്നതിന് താങ്ക് യു സോ മച്ച്.